सबसे औला हमारा नबी, सबसे बाला हमारा नबी, सबसे औला। Sunni Educational Association കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സുബൈർ ഡോക്ടർ, അതുപോലെ വൈസ് പ്രസിഡന്റ് ആന്ധ്ര ഡോക്ടർ, നമുക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ രീതിയിൽ ഖുർആൻ ഓത്ത് വളരെ നന്നായി ഒരുപാട് കാലം ഒരുപാട് ജനങ്ങൾക്ക് പഠിപ്പിച്ച് പരിചയസമ്പന്നരായ ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് എല്ലാ ചൊവ്വാഴ്ചയും നിസ്കരിച്ച ഉടനെ ഇഷാബാങ്ക് കൊടുക്കുന്നത് വരെ, അതാണ് നമ്മൾ ഉദ്ദേശിച്ച സമയം. ആ ചുരുങ്ങിയ സമയം ഖുർആൻ നന്നായി ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടില്ല. എസ്സിയുടെ ഒരുപാട് കാലത്തെ ഒരാഗ്രഹമായിരുന്നു. അതാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഒരു പരിപാടി. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സുബൈർ ഡോക്ടർ ഈ പരിപാടിക്ക് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കും. അദ്ദേഹത്തെയും നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ഉസ്താദിനെയും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഉദ്ഘാടന പ്രസംഗം നിൽക്കുന്നില്ല. 2-3 മിനിറ്റ് ഉദ്ഘാടന പ്രസംഗം അവസാനിച്ചു. കാരണം നമുക്ക് ക്ലാസ്സാണ് പ്രധാനം, ഖുർആനാണ് പ്രധാനം. അതിലേക്ക് ഞാൻ കടക്കുകയാണ്. എന്തായാലും ഇത് വളരെ പഴയ കാലത്ത് തന്നെ ഓത്ത് ശരിപ്പെടുത്തുക കൂടി പല ഭാഗങ്ങളിലും പല വേദികളിലും അതിനുള്ള പരിശീലനം നൽകപ്പെടാറുണ്ട്. നല്ല ഇടക്കാലത്തായിട്ട് അക്കാര്യത്തിൽ വേണ്ടതുപോലെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. വിദ്യാർത്ഥികളും തന്നെ വേണ്ടതുപോലെ ഓതാൻ ശീലിച്ചിട്ടില്ല എന്നിങ്ങനെ കംപ്ലൈൻറ്റ് വന്നുകൊണ്ട് നിൽക്കുന്നതല്ലാതെ അതിനുള്ള പരിശീലനം നൽകപ്പെടുന്നില്ല. അതെന്നും നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി, ആ സുന്നത്ത് നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. അത് നല്ല നിലയിൽ നടത്തിക്കൊണ്ടുവരാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് 2 കാര്യങ്ങൾ മാത്രം ആ വിഷയത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിക്കും. വർഷത്തിന് വേണ്ടി അഫ്ളൽ ഇബാദത്ത് തമ്മിൽ പറഞ്ഞ് കാണാം. എൻ്റെ ഉമ്മത്തികളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് പരിശുദ്ധ ഖുർആൻ പാരായണം എന്നത്. ഇഖ്റഅൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅത്തി അസ്ഹാബി. നിങ്ങൾ ഖുർആൻ അതിൻ്റെ വേണ്ട വിധത്തിൽ ഓതേണ്ട രൂപത്തിൽ തന്നെ ഓതണം. ആ ഖുർആൻ പാരായണം എന്ന് പറഞ്ഞത് നമുക്ക് അന്ത്യനാളിൽ ശുപാർശകനായിട്ട് വരും എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഖുർആൻ എന്ന് മറ്റൊരു സ്ഥലത്ത് പറയാം. നിങ്ങൾ കഴിയുന്നത്ര ഖുർആൻ ഓതണം. സൗകര്യപ്പെടുന്ന വിധത്തിൽ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞ കാണാം. ഹൃദയത്തിൻ്റെ ഹൃദ്രോഗങ്ങൾക്കുള്ള സാധാരണ ഹൃദ്രോഗമല്ല, ആത്മീയമായ ഹൃദ്രോഗം. ആ ഹൃദ്രോഗത്തിനുള്ള ചികിത്സയിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓതണം. അത് ഹൃദയത്തിന് ബാധിക്കുന്ന രോഗത്തിനുള്ള ചികിത്സയാണെന്ന് പറഞ്ഞു കാണാം. ഇതെല്ലാം വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ ഓതാനുള്ള ഒരു പരിശീലനത്തിലൂടെ നൽകപ്പെടണം. അത് ഈ സ്ഥാപനത്തിന് വലിയ ഭക്തായി മാറുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്
ഞങ്ങളിതിന് പുറപ്പെട്ടത്. അത് നിലനിർത്തുവാൻ അള്ളാഹുവിന്റെ തൗഫീഖ് ചെയ്യട്ടെ. അതിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ഉസ്താദിന് അതുപോലെ മറ്റുള്ള എൻ്റെ പ്രവർത്തകർക്കും നന്ദി പറഞ്ഞു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയം എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് തോന്നുന്നത്. ഞാൻ ആദ്യമായി ഒരു സമ്മാനം വാങ്ങിക്കുന്നു. അന്നത്തെ ഈ ഗ്ലാസ് കുട്ടി ഗ്ലാസ് പൂവൊക്കെയുള്ളത് ഇത് വളരെ വിരളായിട്ട് കിട്ടുന്നത് കാലമായി. ഞാൻ മദ്രസയിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമായി അങ്ങനെ ഒരു സമ്മാനം ലഭിക്കുന്നത് ഇപ്പോൾ വെച്ച് പതിൽപൂക്കോയ തങ്ങളായിരുന്നു അതെനിക്ക് സമ്മാനിച്ചത്. ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ സമ്മാനം. ആ പരിപാടിയിൽ മറന്നുപോയെന്നറിയില്ല, ഇപ്പോൾ പുതിയ പള്ളിയിൽ അന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ ഇട്ടിട്ടുള്ള എനിക്കിന്ന് ഓർമ്മയുണ്ട്. അതുപോലെ അന്ന് അവതരിപ്പിച്ച വിഷയം കൈകെട്ടുന്നത്, ശാസ്ത്രീയമായിട്ട് മേലെ കൈകെട്ടുന്നതും താഴെ കൈകെട്ടുന്നതുമായിട്ടുള്ള വിഷയങ്ങൾ ആയിരുന്നു അന്ന് അവതരിപ്പിച്ചത്. അന്ന് ഞാൻ ചെറിയ 4ാം ക്ലാസ് പഠിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ വളർന്നത്. ഞാൻ ആ സംഭവം ഇങ്ങനെ ഓർത്തെടുക്കുക. അന്ന് ഞാൻ വിഷയം വളരെയധികം ശ്രദ്ധിച്ച് കേട്ടതുകൊണ്ടാണ് ഇന്നൊക്കെ ഓർമ്മയുള്ളത്. ആ ഡോക്ടറെ അടുത്ത് തന്നെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലാസ്സിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ 1-2 കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒന്ന്, ക്ലാസ് എടുക്കുന്ന ആളുകൾ ദുനിയവിയായ ഒരു ലക്ഷ്യം ഉണ്ടാകാൻ പാടില്ല. അതുണ്ടെങ്കിൽ അത് നിലനിൽക്കും. പിന്നൊന്ന്, പഠിക്കാൻ വരുന്നവർ ഖുർആനിനോട് മഹബത്തുള്ള ആളാണ്, സ്നേഹമുള്ള ആളാണ്. ഇത്ര കാലവും ഖുർആൻ പഠിക്കാൻ തയ്യാറാണ്. എൻ്റെ അനുഭവത്തിൽ പറയുന്നത്, ഞാൻ ഷാർജയിൽ സുന്നി സെൻ്ററിൽ ഗൾഫിലെത്തി 2ാമത്തെ വർഷം തന്നെ അവിടുന്ന് ഖുർആൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സുന്നി സെൻ്റർ ഭാരവാഹികൾ എന്നെ സമീപിച്ചു. അത് ഞാൻ ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ്. അന്ന് നേതൃത്വം കൊടുത്തതും ഉദ്ഘാടനം ചെയ്തതും ഒരു സുബൈർ എന്ന പേരിൽ സുബൈർ സാരിയാണെന്നാണ്. അൽഹംദുലില്ലാഹ്. ആ ക്ലാസ് അവിടെ 23 വർഷം നീണ്ടു നിന്നു. സുന്നി സെൻ്റർ 23 വർഷത്തിന് ശേഷം ആ കൊറോണ വന്നു. അതോടുകൂടെ അത് ഓൺലൈനിലായി മാറി. ഇന്നലെ വരെ ആ ക്ലാസ് ഏകദേശം 26-27 വർഷമായിട്ട് നിലനിൽക്കുന്നു. അത് നിലനിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ ദുനിയവിയായ ഒരു ചിന്തയോ ഒരു ബെനിഫിറ്റോ അതിൽ ഉദ്ദേശിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ പങ്കെടുക്കുന്നവർ കുറച്ച് ക്ലാസ്സിൽ കണ്ടിന്യൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രസമാണ്. പിശാച് പരമാവധി നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഖുർആൻ ഓതുമ്പോൾ തന്നെ അവിടെ കൂട്ടാനാണ് നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണ്? പരമാവധി നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പിശാച് ശ്രമിക്കും. അപ്പോൾ ആ ശ്രമം ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവും. എല്ലാവരും ഒന്നും വരില്ല, എനിക്കറിയാം. അതിന് ഭാഗ്യം ലഭിച്ചവർ മാത്രമേ വരുള്ളൂ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്, ഞാൻ ഇന്നത് വലിയൊരു ക്ലാസ് എടുക്കുകയല്ല. മാനസികമായി ഇന്ന്
ഉമ്മയെയും കൊണ്ട് ഈ സമയത്തെയും ഹോസ്പിറ്റലായി. രാവിലെ ഒരു 5 മണി സമയത്ത് തന്നെ ഉമ്മ അബോധാവസ്ഥയിലായി. അങ്ങനെ ആംബുലൻസിലാക്കി കൊണ്ടുവന്നപ്പോൾ സഹകരണത്തിൽ അഡ്മിറ്റായിട്ട് കൊണ്ടുവന്നു. അൽഹംദുലില്ലാ ബോധത്തെ തെളിഞ്ഞു വരും. കുറച്ച് വിഷയങ്ങളുണ്ട്. മറ്റ് ഭാര്യൻ്റെ ഉമ്മ ലൂർദ് ഹോസ്പിറ്റൽ ICU. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഭാര്യ അവിടെ, ഞാൻ അവിടെയാണ് കുട്ടികളെയും കൊണ്ടിങ്ങനെ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് മഗ്‌രിബിൻ്റെ ശേഷമാണ് വീട്ടിലേക്ക് എത്തുന്നത്. രാവിലെ അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ജീവിതത്തിലൊക്കെ അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാകട്ടെ. ദുആ ചെയ്യണം. കുറേ ആളുണ്ടാവില്ല, ഉള്ളവർക്ക് അത് ഉപകരിക്കുക എന്നുള്ളതാണ്.